രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി ട്രാൻസ് വുമൺ അവന്തിക തന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ബംഗളൂരുവിലും ഹൈദരാബാദിലും അടക്കം പോകാമെന്ന് പറഞ്ഞു. ലൈംഗിക വൈകൃതങ്ങളുള്ള വ്യക്തിയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ മെസ്സേജ് അയച്ചാണ് പരിചയപ്പെട്ടത്. ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുമെന്ന ഭയം രാഹുലിനുണ്ടായിരുന്നു. വെളിപ്പെടുത്തുമെന്ന് ഭയന്ന് ഇന്നും വിളിച്ചിരുന്നു. ടെലഗ്രാം 1 സെന്റ് ഓപ്ഷൻ വഴിയാണ് മെസ്സേജ് അയച്ചിരുന്നത് എന്നും അവന്തിക പറഞ്ഞു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അയാൾ വന്ന് മെസ്സേജ് അയക്കുകയും മാത്രമല്ല ബാംഗ്ലൂർക്കും ഹൈദരാബാദും വരാൻ ആവശ്യപ്പെടുകയും അത്തരം ഇടങ്ങളിലേക്ക് പോയി നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പം ഇത്രയും ലൈംഗിക ദാരിദ്ര്യവും വൈകൃതമായിട്ടുള്ള നേതാവിന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള ഇതാണ് രാജിവെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ജനപ്രതിനിധിയായിട്ട് അയാൾ തുടരുകയാണ്. പക്ഷെ അതിൽ പോലും തുടരാനുള്ള ഒരു യോഗ്യത അയാൾക്കില്ല എന്നാണ് പറയാനുള്ളത്. അയാൾ എനിക്ക് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച ഒരു വ്യക്തിയാണ്. തൃക്കാക്കര ബൈ ഇലക്ഷന് ശേഷമാണ് എനിക്ക് ഇയാളായിട്ടുള്ള ഒരു പരിചയം. അവിടെ വെച്ചൊരു ഡിബേറ്റിൽ കണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ പുറത്ത് പറയുമോ എന്നുള്ള അയാൾ ഭയപ്പെട്ടിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഞാൻ ഇന്നും ഒരു പ്രസ് കോൺഫറൻസിന് തൊട്ട് മുന്നേ അയാൾ കുറേ തവണ എന്നെ കോൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഞാനിപ്പോൾ ഈ കാര്യം വെളിപ്പെടുത്തുന്ന സമയത്തും അയാൾ എന്നെ കോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അയാൾ തെളിവുകളെല്ലാം നശിപ്പിച്ചു എന്നുള്ളതാണ്. ടെലഗ്രാമിൽ 1 സെന്റിൽ വരുന്ന മെസ്സേജുകളാണ്. ആ മെസ്സേജുകളെല്ലാം തന്നെ ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകുന്ന മെസ്സേജുകളാണ്. അപ്പോൾ അയാൾ ഇതെല്ലാം ബോധ്യപൂർവം നടത്തിയ ശ്രമങ്ങളായിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അമൽ, എന്തൊക്കെയാണ് അവന്തിക വ്യക്തമാക്കിയ കാര്യങ്ങൾ? ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് തൃക്കാക്കര എംഎൽഎ ഉമാ തോമസിന്റെ ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്നത്. ഉമാ തോമസ് പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷാ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നായിരുന്നു ഉമാ തോമസിന്റെ ഒരു പ്രതികരണം ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ട്രാൻസ്ജെൻഡർ വുമണായിട്ടുള്ള അവന്തികയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു ലൈംഗിക ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഏതായാലും ഗുരുതരമായ ആരോപണങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ലെങ്കിൽ ഒരു ലൈംഗികമായിട്ടുള്ള അശ്ലീല ചുവയോടുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള അതിക്രമങ്ങൾ നേരിട്ടുള്ള വെർച്വലി ആയിട്ടും മറ്റും നേരിട്ടുള്ള യുവതികളുടെ ഭാഗത്തുനിന്ന് മറ്റു പല കോണുകളിൽ നിന്ന് ആളുകൾ മുന്നോട്ട് വരികയാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അവന്തിക ഉന്നയിക്കുന്നത്. അവന്തികയുടെ ഭാഗത്തുനിന്ന് പറയുന്നത് തന്നെ റേപ്പ് ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടം തന്നോട് മെസ്സേജ് അയച്ചു എന്നൊരു ആരോപണമാണ് അവന്തികയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ താനുമായി പരിചയം സ്ഥാപിച്ചതിന് ശേഷം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇവരുടെ പരിചയം ഉണ്ടാകുന്നത്. അതിനുശേഷം ടെലിഗ്രാം വഴിയാണ് ഇവർക്ക് മെസ്സേജ് അയക്കുന്നത്. ഈ മെസ്സേജ് 1 സീൻ ആയിട്ടുള്ള മെസ്സേജ് ആയിരുന്നു. ആ ഒരു മെസ്സേജ് കണ്ടതിന് ശേഷം അത് ഡിലീറ്റ് ആയി പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ ഒരു മെസ്സേജുകളുടെ ഒരു തെളിവ് തനിക്ക് മുൻപിൽ ഹാജരാക്കുവാനില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം പലപ്പോഴായി തന്നെ കോൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കോൾ ഹിസ്റ്ററി തൻ്റെ ഫോണിലുണ്ട്. ആ കോൾ ഹിസ്റ്ററി അടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു ഈ അവന്തികയുടെ ഇന്നത്തെ പ്രതികരണം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇത്രയും താമസിച്ച്, അതായത് 3 വർഷം മുൻപാണ് ഈ ഒരു തരത്തിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് നേരെ ഉണ്ടാകുന്നത്. അതിനുശേഷം ഇത്രയും കാലത്തിന് ശേഷം ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ആദ്യമെല്ലാം ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കാൻ തനിക്ക് ഭയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ളൊരു തുറന്നു പറച്ചിൽ ഉണ്ടാകുമ്പോൾ താനും ഇതിന് നിർബന്ധിതയാവുകയായിരുന്നു എന്നാണ് അവന്തിക പറഞ്ഞത്. അതോടൊപ്പം തന്നെ തൻ്റെ ഒരു പ്രതികരണം ഉണ്ടായതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴായിട്ട് തന്നെ വിളിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ താൻ ഫോൺ എടുക്കുകയുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അദ്ദേഹം ഈ ഒരു കോളുകൾ തുടർച്ചയായിട്ട് വന്നതിൻ്റെ സാഹചര്യത്തിൽ കോൾ എടുത്ത് സംസാരിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു എന്ന് അവന്തിക ഇന്ന് നമ്മളോട് വെളിപ്പെടുത്തി. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.